പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പഴമഴ ഈ കഥ കേൾക്കൂ. ഹോ, വിശന്നിട്ട് വയ്യ. ഈ ഉണങ്ങിക്കരിഞ്ഞ കാട്ടിൽ ഒരു കരിയില പോലുമില്ല വിശപ്പടക്കാൻ. ഡില്ലു മാൻകുട്ടി സങ്കടത്തോടെ പറഞ്ഞു. നമുക്ക് പുഴക്കരയിൽ പോയി നോക്കിയാലോ? കൂട്ടുകാരിയായ ബില്ലു പറഞ്ഞു. അവർ ഒരുമിച്ച് പുഴക്കരയിലെത്തി. പുഴയും ആകെ വറ്റി വരണ്ടിരിക്കുകയാണ്. പൊടിപടലങ്ങൾ ഉയർത്തി വീശുന്ന കാറ്റും അവരെ തളർത്തി. ഒരു പഴം കണ്ടിട്ട് തന്നെ എത്ര നാളായി, ഓർക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. മുൾച്ചെടിക്കാട്ടിലെ കൊച്ചു പഴം തിന്നുവാനേറെ കൊതി തോന്നുന്നു. വാഴപ്പഴങ്ങളും മാമ്പഴവും കണ്ടിട്ടു നാളേറെയായി. പഴങ്ങളുടെ രുചി അറിയാൻ നാവിന് കൊതിയാവുന്നു എന്നു പറഞ്ഞ് അവർ ചുറ്റുപാട് മരിച്ചുപെറുക്കി. നടന്നു തളർന്ന് വിശപ്പും ക്ഷീണവും സഹിക്കാൻ വയ്യാതെ ഡില്ലുവും ബില്ലുവും വഴിയരികിലെ ഒരു മരത്തണലിൽ കിടന്നുറങ്ങി. ധാരാളം പച്ചപ്പുല്ലുകൾ നിറഞ്ഞ ഒരു മൈതാനം, അവിടെ തെളിനീരൊഴുകുന്ന അരുവി, കൂട്ടുകാർക്കൊപ്പം തിന്നും കുടിച്ചും കളിച്ചും രസിക്കുന്ന ഡില്ലു താൻ സ്വപ്നലോകത്തിൽ അകപ്പെട്ട പോലെ സന്തോഷിച്ചു. ഹായ്, എന്ത് രസമുള്ള സ്ഥലം! എത്ര തിന്നാലും തീരാത്ത ആഹാരം! എന്ത് കുളിർമയുള്ള വെള്ളം! പെട്ടെന്ന് കാറ്റത്ത് എന്തൊക്കെയോ പറന്ന് അവരുടെ ദേഹത്ത് വന്ന് വീണു. ഡില്ലു ഞെട്ടി ഉണർന്നു. നോക്കുമ്പോൾ തുരുതുരാ പഴങ്ങൾ അവരുടെ ദേഹത്ത് വന്ന് വീഴുന്നു. പഴമഴ! പഴം മഴ പോലെ പെയ്യുന്നു. അവർ ചാടി എഴുന്നേറ്റ് പഴങ്ങൾ ആർത്തിയോടെ തിന്നു. വിശപ്പും ക്ഷീണവും മാറ്റി ചുറ്റും നോക്കുമ്പോഴുണ്ട്, മരത്തിനപ്പുറത്തുള്ള ഉയർന്ന സ്ഥലത്ത് ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന ചെടിയിൽ നിന്നാണ് പഴങ്ങൾ കാറ്റത്ത് പറന്നു വീണത്. വിശപ്പുദാഹം മൂലം നമ്മൾ തളർന്നു വീണു കിടക്കുമ്പോൾ കൊതിയൂരുന്നൊരു പഴമേകി തളർച്ച മാറ്റിയൊരമ്മ, പ്രകൃതി നമ്മുടെ അമ്മ. ഒരമ്മയെപ്പോലെ വിശക്കുന്ന നമുക്ക് ആഹാരം കൃത്യസമയത്ത് എത്തിച്ച പ്രകൃതിയെപ്പോലെ സ്നേഹമുള്ള മറ്റാരുണ്ട്? ബില്ലു പറഞ്ഞത് കേട്ട് ഡില്ലു പറഞ്ഞു, അമ്മയെപ്പോലെ എന്ന് പറയണ്ട, അമ്മ തന്നെയാണ് പ്രകൃതി. ബില്ലുവും അത് ശരിവെച്ചു.